ഹായ് ഡിയേഴ്സ്, നമ്മളുടെ പുതിയ ചാനലിലെ ഒരു പുതിയ വലിയ വീഡിയോ ഉണ്ട്. ഷോർട്സ് ഒരുപാട് കണ്ടിട്ടുണ്ടാവും, പക്ഷേ പുതിയ വലിയ വീഡിയോ ആദ്യമായിട്ടാണ്. അപ്പം നമ്മൾ ലണ്ടൻ ഫ്ലവേഴ്സ് അറിയാലോ, ഇവരെ എല്ലാവർക്കും സുപരിചിതമായി അറിയുന്ന കാര്യം. എന്താ പറയുക, ഇതിനെ നാട്ടിൽ കൊങ്ങിണി കിങ്ങിണി എന്നൊക്കെ പറയും, പല പേരിൽ ഇതിനെ അറിയപ്പെടും. പക്ഷെ ഇതിൻ്റെ പല വെറൈറ്റി ഐറ്റംസുകൾ വന്നിട്ടുണ്ട്. അത് സങ്കരീനം പോലെ നമ്മൾ ടിഷ്യൂവാളുടെ ഒക്കെ പോലെ കടകളിൽ നിന്ന് നമ്മൾ വാങ്ങിയെടുക്കുന്ന ചില ടൈപ്പ് ഉണ്ട്. നമ്മൾ നാടൻ ഐറ്റംസ് ഉണ്ട്. നാടൻ ഐറ്റംസ് കുറവുള്ളൂ, ഇതൊക്കെ വാങ്ങുന്നത് തന്നെയാണ്. പക്ഷേ തണ്ട് ഒടിച്ച് കുത്തിയാലും ഈ ടൈപ്പ് ഉണ്ടല്ലോ, ഇത് തണ്ട് ഒടിച്ച് കുത്തിയാലും ഉണ്ടാവുന്നുണ്ട് കേട്ടോ. വിത്തും ഉണ്ട്, ആ വിത്ത് മുളച്ചിട്ടും ഇതിന് തൈ ഉണ്ടാവും. പക്ഷേ ഇതിനൊക്കെ തണ്ട് ശരിയാണ്. ചില ഐറ്റമിന് തണ്ട് ഒടിച്ച് കുത്തിയിട്ട് അത് പൊടിക്കുന്നില്ല. കുറേ ട്രൈ ചെയ്തു. അപ്പോൾ അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ചില ടൈപ്പിനാണ് അങ്ങനെ വന്നിട്ടുള്ളത്. റയർ ടൈപ്പുകൾക്ക് അത് അവർ വികസിപ്പിച്ചെടുത്തിട്ട് വരുമ്പോൾ നമ്മളിപ്പോൾ ടിഷ്യൂ വാഴ വികസിപ്പിച്ച് എടുത്ത് വരുന്നതാണ്. അത് നമ്മൾ കുഴിച്ചിട്ടാൽ എന്ത് സംഭവിക്കാമെന്ന് വെച്ചാൽ നല്ല വലിയ പോലെ ഉണ്ടാവും, കേടുണ്ടാകും. പക്ഷേ അതിന് കണ്ണുകളുണ്ടായി കഴിഞ്ഞാലോ അതുപോലെ വാഴക്കൊല ഉണ്ടാവുകയില്ല. എത്ര സംരക്ഷിച്ചാലും അത്ര വലിയ കൊലകളും ഉണ്ടാവില്ല, നല്ല ഉഷാറായി വരില്ല. ചിലപ്പോൾ അത് കേടായി പോവും, വാഴ കൂമ്പടഞ്ഞു പോവും, അങ്ങനെയൊക്കെ ഇല്ല. ഇത് തന്നെ സെയിം ഇത് തന്നെയാണ് ഇതിനും സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ റോസസ് ആയാലും അങ്ങനെയാണ്. റോസ് വാങ്ങുന്ന പൂക്കളുണ്ടാവും, നമ്മൾ കുറേ ഇതാക്കിയിട്ടുണ്ടാവും, തണ്ട് പിടിക്കില്ല ഒരിക്കലും. ഭയങ്കര പാടാണ് അതിൻ്റെ തണ്ട് പിടിക്കാൻ, അങ്ങനെയൊക്കെ. അതേ സമയം നാട്ടിലുള്ള ടൈപ്പാണെങ്കിൽ, നാടൻ പറമ്പുകളിലൊക്കെ ഉള്ള ടൈപ്പാണെങ്കിൽ പിടിക്കും. പക്ഷേ ഇത് കുറേ കളേഴ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതാണ്. അപ്പോൾ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. നമുക്ക് കണ്ടാലോ? ഒരൈറ്റം നമ്മളിപ്പോൾ കണ്ടുപോയില്ലേ. ഇനി വേറൊരൈറ്റം റോസ് എന്ത് ഭംഗിയാലേ കാണാൻ, നല്ല രസമുണ്ട്. ഇതൊരു 10 മണി ചെടിയാട്ടോ, ഒരു വെറൈറ്റി ടൈപ്പ് കണ്ടപ്പോൾ ഞാനത് എടുത്തുന്നുള്ളൂ. ലണ്ടൻ ഫ്ലവേഴ്സ് അല്ല ഇത് കേട്ടോ, കൊങ്ങിണി പൂവല്ല. എന്ത് രസമാണ്, ഇങ്ങനെ ഒറിജിനൽ റോസാപ്പൂ പോലെ ഇരിക്കുകയാണ്. പിന്നെ നമുക്കിത് ഇവിടെ യെല്ലോ വരുന്നുണ്ട്, ഓറഞ്ചും വരുന്നുണ്ട്. ഒരു ചെടിയുമ്പോൾ തന്നെ 4 കളറുള്ള ടൈപ്പും ഉണ്ട്, അതേസമയം വേറെ ടൈപ്പുകളുണ്ട് കേട്ടോ. ഇതാദ്യം യെല്ലോ ആയിട്ട് ഇതായിട്ട് പിന്നെ അത് ഓറഞ്ചായിട്ട് മാറുകയും ചെയ്യും. ആ ഫ്ലവറിന് ഒരു ഡാർക്ക് കളറായിട്ട് വരും. ഇതിങ്ങനെ കാണാം. എന്നാൽ യെല്ലോ മാത്രമുള്ളതും ഉണ്ട് കേട്ടോ. അത് കളർ ഇത് 2 ചേഞ്ച് ആവാത്ത യെല്ലോ മാത്രമുള്ളത് ഞാൻ കാണിച്ചു തരാൻ നമുക്ക്. പക്ഷെ അതിൻ്റെ തണ്ടൊന്നും ഒടിച്ചു കുത്തിയിട്ട് ശരിയാവുന്നില്ല കേട്ടോ. ഇത് ഒരു ചെടിയിൽ തന്നെ 2-3 കളറുകളാകുമ്പോഴേ വളരെ രസം തോന്നും. അതുമല്ല, കുട്ടികൾക്ക് കൂടുതൽ പരിചരണം വേണ്ട. ചട്ടിയിലോ അല്ലെങ്കിൽ മുറ്റത്തോ തൊടിയിലോ എവിടെ വേണമെങ്കിലും ഇതിനെ വളർത്തിയെടുക്കാം. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ വളങ്ങൾ ഇപ്പോൾ റോസിനൊക്കെ ചെയ്യുന്ന പോലെ അതിന് കട്ടിങ് വളങ്ങൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇതിന് വരുന്നില്ല. പിന്നെ കട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ ചട്ടിയിലൊക്കെ ആണെങ്കിൽ ഉണ്ട പോലെ നിന്നിട്ട് നല്ല ഭംഗിയുണ്ടാവും. ഈ റെഡ് എങ്ങനെയുണ്ട്? ഈ കുഞ്ഞിനാണ് എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ഫുൾ റെഡായിട്ടുണ്ട്. റെഡിൻ്റെ സെൻറ്ററിൽ യെല്ലോ ആയിട്ടുണ്ട്, ആ യെല്ലോയുടെ സെൻറ്ററിൽ വയലറ്റ് ആയിട്ടുണ്ടൊക്കെ ഉണ്ട്. ഇത് വയലറ്റ് മാത്രമുള്ളൊരു ഇതാണ്. പിന്നെ വയലറ്റിൻ്റെ ഇടയിൽ ഓറഞ്ച് വന്നിട്ടുണ്ട്. നല്ലൊരു കളർ കോമ്പിനേഷനിൽ എന്ത് രസമാണ് നോക്കിയേ, നല്ല ഭംഗിയാണ്. വളരെ നിസ്സാരമായൊരു ചെടി നട്ടു വളർത്താൻ എളുപ്പമുള്ളൊരു ചെടിയാണ്. ഇതൊക്കെ 3 കളറാണ്, വയലറ്റ്, ഓറഞ്ച്, റെഡ്, എല്ലാം കൂടി കലർന്നൊരു കളറ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കളേഴ്സ് നമ്മൾ കയ്യിലുണ്ട് കേട്ടോ. ഇതിൻ്റെ കുഞ്ഞുമുട്ടുള്ള രൂപത്തിലും നല്ല ഭംഗിയാണ് ഇതിനെ കാണാൻ. ഇത് ഓറഞ്ച് മാത്രമുള്ളത്, ഇത് റെഡും ഓറഞ്ചും, ഇത് റെഡ് മാത്രം, ഇത് റെഡ് ഓറഞ്ച് വയലറ്റ്, ഇത് വയലറ്റിൻ്റെ ഉള്ള യെല്ലോ. ഇനി വയലറ്റ് മാത്രമുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. വയലറ്റിൻ്റെ കുറേ കളേഴ്സ് നമുക്ക് ഇതിൻ്റെ അവൈലബിളാണ്. ഇത് കുറേ നിൽക്കുന്ന കണ്ട, ഇതാണ് മഞ്ഞ. ഇവന് നിറമൊന്നും മാറില്ല. ഇത് വിരിഞ്ഞ് അവസാനിക്കുന്നവരെയും യെല്ലോ കളർ മാത്രമേ ഇതിനുണ്ടാവുള്ളൂ കേട്ടോ. എന്നാലും അധികം കാണാൻ ഇതിൻ്റെ തണ്ടുകൾ വെച്ച് പിടിപ്പിച്ചിട്ട് പിടിക്കുന്നുമില്ല.
അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നല്ല ഡാർക്ക് വയലറ്റ്, അത് ഓറഞ്ച്, പിന്നെ യെല്ലോ അങ്ങനെ ആയിട്ടാണ്. ഇതിൻ്റെ സെൻറ്ററിലൊരു വൈറ്റ് പൂവും കൂടി ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ഇപ്പം അത് കാണുന്നില്ല. അപ്പോൾ ഈ ഫ്ലവേഴ്സൊക്കെ എന്ത് ഭംഗിയാണ് ആണ്. ഈ വക ഐറ്റംസ് എല്ലാവരും നട്ടൊരു വളപ്രയോഗങ്ങളും ഇതിന് വളരെ കുറവാണ് കേട്ടോ. റോസിൻ്റെ പോലെയുള്ള വളപ്രയോഗങ്ങളോ ശുശ്രൂഷകളോ ഒന്നും ഇതിനില്ല. വളരെ സിമ്പിളായിട്ട് നിറച്ച് പൂത്ത് നിൽക്കും. അപ്പോൾ ഇവർ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഫ്ലവേഴ്സ് ഇഷ്ടപ്പെട്ടവർ കാണുക, ഷെയർ ചെയ്യുക.